മുഖ്യമന്ത്രി വി.ഡി. സതീശനോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോ വരും ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കാൻ പോകുന്നത് ഈ രണ്ടു പേരിലേക്കും തന്നെയാണ്. ആഭ്യന്തരമില്ലാതെ മുഖ്യമന്ത്രി ഇന്റലിജൻസ് മേധാവിക്ക് പണികൂടും. ആര് കാണും രഹസ്യ റിപ്പോർട്ടുകൾ? വി.ഡി. സതീശൻ കാണുമോ, രമേശ് ചെന്നിത്തല കാണുമോ? ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രണ്ടാവുകയാണ്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ ഇനി സ്ഥിതി മാറുകയാണ്. ആഭ്യന്തരമില്ലാതെ മുഖ്യമന്ത്രി ഇന്റലിജൻസ് മേധാവിക്ക് പണികൂടും. ആര് കാണും രഹസ്യ റിപ്പോർട്ടുകൾ? 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രണ്ടാകുമ്പോൾ പണി കൂടുന്നത് ഇന്റലിജൻസ് മേധാവിക്കാണ്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തിരുവനന്തപുരത്തുള്ള എല്ലാ ദിവസവും രണ്ടുപേരെയും കണ്ട റിപ്പോർട്ടുകൾ കൈമാറി വിവരങ്ങൾ അറിയിക്കേണ്ടി വരും. ഏതൊക്കെ വിവരങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണം എന്നത് ഏറെ ഇന്റലിജന്റായി തന്നെ വകുപ്പ് മേധാവി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. കഴിഞ്ഞ 10 വർഷവും 2 വകുപ്പുകളും പിണറായി വിജയനാണ് കൈകാര്യം ചെയ്തിരുന്നത്. 2011 UDF സർക്കാരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ ആദ്യഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പിന്നീട് രമേശ് ചെന്നിത്തലയുമായിരുന്നു ആഭ്യന്തരമന്ത്രിമാർ. അതിനു മുൻപുള്ള VS അച്യുതാനന്ദൻ സർക്കാരിൽ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. ഭരണത്തിൽ ഏറ്റവും നിർണായകമാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ സാഹചര്യം സംബന്ധിച്ച വിവരങ്ങൾ എല്ലാ ദിവസവും ഇന്റലിജൻസ് മേധാവി മുഖ്യമന്ത്രിയെ അറിയിക്കാറുണ്ട്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുള്ള ദിവസങ്ങളിൽ നേരിട്ടെത്തി റിപ്പോർട്ട് നൽകുകയും 10-15 മിനിറ്റ് കൊണ്ട് അത് വിശദീകരിക്കുകയാണ് പതിവ്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തില്ലെങ്കിൽ ഫോണിൽ വിളിച്ച് വിശദീകരിക്കും. മുഖ്യമന്ത്രിക്ക് പുറമെ ആഭ്യന്തരമന്ത്രി കൂടി വരുന്നതോടെ ഈ വിവരം ആർക്ക് കൈമാറുമെന്നത് അതീവ നിർണായകമാണ്. പോലീസിനുള്ളിലെ കാര്യങ്ങൾക്ക് പുറമെ സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്റലിജൻസ് റിപ്പോർട്ടായി സർക്കാരിനെ അറിയിക്കാറുണ്ട്. അതിൽ പോലീസിന് പുറമെ വിവിധ വകുപ്പുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സൂചനകളും ഉണ്ടാകും. ഇതിൽ പോലീസുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ആഭ്യന്തരമന്ത്രി അറിയേണ്ടത്. മറ്റ് വകുപ്പുകളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ മുഖ്യമന്ത്രിക്കാവും കൈമാറുക. മുഖ്യമന്ത്രിയോട് പറയുന്ന എല്ലാ കാര്യങ്ങളും ആഭ്യന്തരമന്ത്രിയോട് പറയുമോ എന്നത് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന രീതി അനുസരിച്ചായിരിക്കും. പോലീസ് വകുപ്പിന്റെ അധികാരം ആഭ്യന്തരമന്ത്രിക്ക് തന്നെയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ, വകുപ്പിലെ മാറ്റങ്ങൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിയാണ്. വിജിലൻസും ആഭ്യന്തരമന്ത്രിയുടെ കീഴിലായതിനാൽ അഴിമതി വിരുദ്ധ നടപടികളുടെ മേൽനോട്ടവും ആഭ്യന്തരമന്ത്രിക്ക് തന്നെ. നിയമസഭയിൽ പോലീസുമായി ഉയർന്ന വിവാദങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത ആഭ്യന്തരമന്ത്രിക്കായിരിക്കും. അതേസമയം പോലീസ് സേനയുടെ തലപ്പത്തുള്ള IPSകാരുടെ നിയന്ത്രണം മുഖ്യമന്ത്രിക്കായിരിക്കും. IPSും IASും ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ സർവീസ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊതുഭരണ വകുപ്പാണ്. IPS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം ഉൾപ്പെടെ പോലീസ് തലപ്പത്തെ അഴിച്ചുപണികളിലെല്ലാം അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണ്. പോലീസ് മേധാവി നിയമനത്തിലും മുഖ്യമന്ത്രിക്കാണ് അധികാരം. കേരളത്തിലേക്ക് യോഗ്യതയുള്ളവരുടെ പട്ടിക കൈമാറുന്നതും കേന്ദ്രം നൽകുന്ന ചുരുക്ക പട്ടികയിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനുമെല്ലാം മുഖ്യമന്ത്രിയാകും അന്തിമ വാക്ക്. പക്ഷേ ആഭ്യന്തരമന്ത്രി ഉള്ളപ്പോൾ ഇവരും കൂടി ആലോചിച്ച് കൂട്ടായ തീരുമാനത്തിൽ എത്തേണ്ടി വരും. നിലവിലെ പോലീസ് മേധാവിയായ രവാഡ ചന്ദ്രശേഖറിന്റെ നിയമന കാലാവധി 2027 ജൂൺ വരെയാണ്.